മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സന്ദീപ് വാര്യർ തന്റെ ഒളിവ് ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഏതോ മാളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇപ്പോ ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തെ കുറിച്ചും ധാർമ്മികതയെ കുറിച്ചൊക്കെ നമ്മുടെ ഭരണകൂടത്തെ പഠിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയാണ് ഇപ്പോ രംഗത്ത് എത്തിയിട്ടുള്ളത്. അല്ല, സന്ദീപ് വാര്യർ എന്തിനാണ് ഒളിച്ച് ജീവിക്കുന്നത്? മാളത്തിൽ പോയി ഒളിഞ്ഞിരിക്കുന്നത് എന്തിനാണ്? എന്തിന്റെ പേരിലാ? അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോലും പോസ്റ്റുകൾ ചെയ്തതിന്, ഒരു സ്ത്രീയുടെ മൂല്യം പോലും അറിയാത്ത തരത്തിൽ ഇടപെടലുകൾ നടത്തിയതിന് കേസുണ്ടായിട്ട് ഒളിവിൽ പോയി മാളത്തിലിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് ധാർമ്മികതയെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഏതായാലും സന്ദീപ് വാര്യർ വിളിച്ചു പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒളിവി ജീവിതത്തിലായതുകൊണ്ട് പലതും അറിയുന്നില്ല ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ് എന്ന്. ഏതായാലും BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ആവുന്നത് പോലെ മച്ചക്കള്ളുമായിട്ട് മണ്ടത്തരമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്തായ കീഴ്വഴക്കങ്ങൾ തകർക്കപ്പെടുന്നു. വിദേശ രാഷ്ട്രതലവന്മാർ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുമ്പോൾ ഭരണകക്ഷി നേതാക്കളോടൊപ്പം പ്രതിപക്ഷ നേതാക്കളെയും കാണുക എന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു മഹത്തായ പാരമ്പര്യമായിരുന്നു. ഒരു രാഷ്ട്രമെന്നാൽ ഭരണകക്ഷി മാത്രമല്ല, അതിശക്തമായ പ്രതിപക്ഷം കൂടിയാണെന്ന സന്ദേശമാണ് ഈ മര്യാദ ലോകത്തിന് നൽകിയിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ജനാധിപത്യപരമായ കീഴ്വഴക്കം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒഴിവാക്കുന്നത് ഭരണപരമായ ഒരു നയമായി മാറിയിരിക്കുന്നു. നമ്മുടെ മുൻകാല നേതാക്കൾ പ്രതിപക്ഷത്തോട് എത്രമാത്രം ബഹുമാനം കാണിച്ചു എന്നതിന് ചരിത്രപരമായ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇത് വ്യക്തിഗത മര്യാദ എന്നതിലുപരി രാഷ്ട്രത്തിന്റെ ഐക്യം ഉറപ്പിക്കുന്ന നടപടിയായിരുന്നു. ഒളിവിലായതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നത് അറിയാത്തതുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്നത്. തുടർന്ന് നോക്കാം. പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അടൽ ബിഹാരി വാജ്പേയിയെ വിദേശകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി വിദേശ പ്രതിനിധി സംഘങ്ങളിൽ ഉൾപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ കഴിവുകൾ രാജ്യത്തിന്റെ നേട്ടത്തിനായി നെഹ്റു ഉപയോഗിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിക്ക് അസുഖം വന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് അമേരിക്കയിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി. രാഷ്ട്രീയം മനുഷ്യത്വത്തിന് മുകളിൽ വരില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അതിനിർണായകമായ കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ UN അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു തിരഞ്ഞെടുത്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയെ ആയിരുന്നു. ലോകവേദിയിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റാവു ഉറപ്പുവരുത്തി. തിരിച്ചും വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഈ ഉന്നതമായ മര്യാദകൾ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്ന് വിദേശ രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടക്കുമ്പോൾ പ്രതിപക്ഷത്തെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സമഗ്രതയെയും ബഹുസ്വരതയെയും ചോദ്യം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സമ്പന്നമായ പ്രതിച്ഛായക്ക് ഇത് മങ്ങലേൽപ്പിക്കുന്നു. നാം ഓർക്കേണ്ടത് പ്രതിപക്ഷം എന്നത് ഭരണകക്ഷിയുടെ ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അനിവാര്യമായ ഒരു തൂണാണ്. ഈ തൂൺ ദുർബലമായാൽ തകരുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലനിൽപ്പും പാരമ്പര്യവുമാണ്. ഈ ഉന്നതമായ കീഴ്വഴക്കങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അല്ല, സന്ദീപ് ഇപ്പോ BJP ഒക്കെ വിട്ട് കോൺഗ്രസിലെത്തിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ചു പറയുന്നത് പോലെയാണല്ലോ വിളിച്ചു പറയുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. വ്ളാഡിമിർ പുടിൻ വന്ന സമയത്ത് പ്രതിപക്ഷ നിരയെ പരിഗണിച്ചില്ലേ? ശശി തരൂരിനെ ക്ഷണിച്ചിട്ട് രാഷ്ട്രപതി റഷ്യൻ പ്രസിഡന്റിന് ബഹുമാനാർത്ഥം വ്ളാഡിമിർ പുടിന് അത്തായ വിരുന്ന് നൽകിയതിൽ പോലും ശശി തരൂരിനെ ക്ഷണിച്ച് കൃത്യമായ ഒരു സ്ഥാനം കൊടുത്ത് പ്രതിപക്ഷ നിരയിലെ MP അല്ലേ സന്ദീപ് വാര്യർ അംഗീകരിക്കുന്നില്ലേ ശശി തരൂരിനെ ഇപ്പോ കോൺഗ്രസ് നേതാവായിട്ട്? നിലവാരമുള്ള ആളുകളെയല്ലേ ഭരണകൂടത്തിന് ലോക നേതാക്കളൊക്കെ വരുമ്പോ സഭയിൽ ഇരിക്കാൻ മികവുള്ള ആളുകളെയല്ലേ ക്ഷണിക്കേണ്ടത്? പിന്നെ പറഞ്ഞല്ലോ വാജ്പേയിയെ പരിഗണിച്ചു എന്നൊക്കെ. നിലവാരമുള്ളവരെ ആളുകൾ പരിഗണിക്കൂ, അതിൽ നമുക്ക് ആർക്കെങ്കിലും തർക്കണ്ടോ? ഇവിടെ മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീറിനെ പോലും നമ്മുടെ പ്രധാനമന്ത്രി പരിഗണിച്ചിട്ടില്ലേ? ഇടതുപക്ഷത്തെ
ജോൺ ബ്രിട്ടാസിനെ പരിഗണിച്ചിട്ടില്ലേ? കോൺഗ്രസിലെ ശശി തരൂരിനെ പരിഗണിച്ചിട്ടില്ലേ? അസദുദ്ദീൻ ഒവൈസിയെ പരിഗണിച്ചിട്ടില്ലേ? ഏത് സമയത്ത്? നമുക്കറിയാം, നമ്മുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ രാജ്യം ഒരു യുദ്ധമുഖത്തെത്തി നിൽക്കുമ്പോഴാ. ഒരു യുദ്ധമുഖത്തേക്ക് ഒരു രാജ്യം എത്തി നിൽക്കുമ്പോ ആ രാജ്യത്തെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ സന്ദർഭത്തിൽ പോലും രാഹുൽ ഗാന്ധി എന്താണ് നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്തിട്ടുള്ളത്? എന്താണ് ചെയ്തിട്ടുള്ളത്? പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് പറയുമ്പോ അതേറ്റുപിടിച്ച് പാടി നടന്നവര് ആരാണ്? നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ? പാകിസ്ഥാൻ എന്തൊക്കെയാണോ ലോകത്തിന് മുന്നിൽ അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയത് അതൊക്കെ ഏറ്റുപിടിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയല്ലേ? അതേസമയം പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പ്രതിനിധി സംഘങ്ങളെ അയച്ചു. പ്രതിപക്ഷ നിരയിലെ സകല ആളുകളെയും നമ്മൾ കൂട്ടിപ്പിടിച്ചു. അതിലും രാഹുൽ ഗാന്ധിയെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം എന്താ? പാകിസ്ഥാന്റെ ശബ്ദമാവുന്നവർ അത് പാകിസ്ഥാന് വേണ്ടിയേ ലോകത്ത് എവിടെ പോയാലും സംസാരിക്കൂ. വ്ളാഡിമിർ പുടിൻ ഇന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ നമ്മൾ അമേരിക്കയെ തന്നെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈന്യാധിപരെയൊക്കെ അമേരിക്ക അവിടേക്ക് ക്ഷണിക്കുകയും നമ്മുടെ രാജ്യത്തോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പോലും അമേരിക്ക തിട്ടൂരം ഇറക്കുമ്പോ നമ്മൾ വളരെ വലിയ രീതിയിലുള്ള ഒരു നീക്കമാണ് നമ്മുടെ രാജ്യം നടത്തുന്നത്. വ്ളാഡിമിർ പുടിനെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുക, രാജ്യത്തേക്ക് എത്തിക്കുക, ചുവന്ന പരവതാനി വിരിച്ച് നമ്മളെ സ്വീകരിക്കുക. ലോകം നോക്കുമ്പോ പാകിസ്ഥാന് വേണ്ടിയൊക്കെ ശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ പിടിച്ചിട്ട് ഈ ഒരു ചർച്ചക്കോ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഇതൊക്കെ ഓരോ ആളുകളും തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊന്ന്, വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് വളരെ വലിയ സുരക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ. സ്വന്തം വാഹനത്തിലേ സഞ്ചരിക്കാറുള്ളൂ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക്, പ്രധാനമന്ത്രിയുടെ വാഹനത്തിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു പുതിയ ചരിത്ര നമ്മുടെ രാജ്യത്ത് രചിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ചരിത്രം പിറന്നോണ്ടിരിക്കുക. ഈ സുന്ദരമായ ചരിത്രപരമായ നിമിഷങ്ങളിലേക്കൊക്കെ ഈ രാഹുൽ ഗാന്ധിക്ക് വരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? നമ്മൾ പ്രതിപക്ഷത്തെ ഒന്നും അവഗണിക്കൂല. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ഒരിക്കലും ഒരു പ്രതിപക്ഷത്തെയും അവഗണിച്ചിട്ടില്ല. രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി സമയത്ത് പോലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ രാജ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കണം. അതാണ് ആദ്യം ഒരു പ്രതിപക്ഷ നേതാവ് നിലകൊള്ളേണ്ടത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചരിത്രത്തിന് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് കുറ്റം പറയുക, തോന്നിയതുപോലെ കള്ളം പറയുക രാജ്യത്തിനെതിരെ. രാജ്യത്തിന്റെ പുറത്തെത്തുമ്പോ ഈ രാജ്യവികാരം ഉണ്ടാവണം. അതിന് രാജ്യത്തോട് സ്നേഹം വേണോ? മണ്ണിനോട് സ്നേഹം വേണോ? അതൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ? അങ്ങനെ ഒരു സ്നേഹമുള്ള ആളാണെങ്കിലല്ലേ നമ്മൾ വിളിക്കാത്തതിനൊക്കെ ബഹളം വെക്കേണ്ടതുള്ളൂ. ഇവിടെ പ്രതിപക്ഷത്തെ ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ട്, അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ സമയങ്ങളിലും പ്രതിപക്ഷത്തിന് കൃത്യമായ അവസരങ്ങൾ, ഈ അടുത്ത് പോലും PM ശ്രീയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു എന്നല്ല പറയുന്നത്. അവർ വേണമെന്ന് പറഞ്ഞപ്പോ ഒപ്പിടാൻ കൊടുത്തു, വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേസിലില്ല എന്ന് പറയുന്നു. ഇതൊക്കെയല്ലേ പ്രതിപക്ഷവും ഭരണപക്ഷവും ഐക്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്? എന്നിട്ട് ഉളുപ്പില്ലാതെ എവിടെയോ മാളത്തിൽ ഒളിച്ചിട്ട് വിളിച്ചു പറയോ ഇവിടെ പ്രതിപക്ഷം, ഇവിടെ ശശി തരൂരിനെയൊക്കെ ക്ഷണിക്കുന്നു, അത്താഴ വിരുന്നിൽ പോലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ ധാർമ്മികതയെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയാൻ ഈ സന്ദീപിന് എന്ത് അർഹതയുള്ളത്? ആദ്യമാ നമ്മുടെ രാജ്യത്തെ നിയമമൊക്കെ ഒന്ന് അംഗീകരിക്കുക, എന്നിട്ട് ആ മാളത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്നിട്ട് കോടതി എന്താണ് പറയുന്നത് അതിനനുസരിച്ചൊന്ന് ജീവിച്ച് കാണിക്ക്. എന്നിട്ടൊക്കെ പോരെ രാജ്യത്തെ ഭരണകൂടത്തെ ധാർമ്മികതയും ജനാധിപത്യമൊക്കെ പഠിപ്പിക്കല്.